എല്ലാവർക്കും നമസ്കാരം. ദീപ്താസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഡോനറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കുട്ടികളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഈ ഡോനറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ ഈസിയാണ്. ആദ്യം തന്നെ നമുക്കിതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഈസ്റ്റ് ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. 1/2 കപ്പ് ഇളം ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്ത് ഒരു 10 മിനിറ്റോളം പുളിച്ച് പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം. ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് പ്രസ് ചെയ്ത് അളന്നെടുത്തിട്ടുള്ള മൈദയാണ്. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുത്തിരിക്കുന്ന ബട്ടറാണെങ്കിൽ ചെറുതായിട്ടൊന്ന് മെൽറ്റാക്കിയതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്കൊരു മുട്ട ചേർക്കാം. മുട്ട ചേർക്കുന്നത് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുത്താലും മതി. ഈസ്റ്റ് നന്നായിട്ട് ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. ഇതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇനി ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുള്ള ഒരു കൗണ്ടർ ടോപ്പിൽ വെച്ച് നന്നായിട്ട് ഒരു 2 മിനിറ്റോളം കുഴച്ചെടുക്കണം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്ത് 1 മണിക്കൂറോളം നന്നായിട്ട് പൊങ്ങി വരാനായിട്ട് മാറ്റി വയ്ക്കാം. 1 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് ഈ ബൗളിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഒന്നും കൂടി കുഴച്ചെടുക്കാം. കുറേ നേരം കുഴക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. ഇനി ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. നന്നായിട്ട് കനം കുറഞ്ഞു പോവാതെ ഈ ഒരു കനത്തിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. ഇനി ഇതുപോലെ ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒരു ഡോനറ്റ് കട്ടറോ ഉപയോഗിച്ച് എല്ലാതും ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ബാക്കി വരുന്നതും നമുക്കിതുപോലെ തന്നെ പരത്തിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതെല്ലാം കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്ത് 5 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇനി ഇതുപോലെ കപ്ലറിൻ്റെ ഈ ഒരു ഭാഗം വെച്ചോ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പ് കിട്ടുന്ന വേറെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടോ ഇതിൻ്റെ എല്ലാം സെൻറ്ററിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഞാനിവിടെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റും കുറച്ച് മിൽക്ക് ചോക്ലേറ്റും എടുത്തിട്ടുണ്ട്. രണ്ടിലും ഓരോ ടീസ്പൂൺ പാല് ചേർത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഓരോന്നും നമുക്കിഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. കുറച്ച് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരെണ്ണം ഇതിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം.
ഇനി ബാക്കിയുള്ള വൈറ്റ് ചോക്ലേറ്റിലേക്ക് കുറച്ച് ഫുഡ് കളർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.